ഈ കാണുന്ന DVD പ്ലെയർ ഞാൻ ആക്രി കടയിൽ നിന്നും 100 രൂപയ്ക്ക് വാങ്ങിയതാണ് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു DVD പ്ലെയർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഫുള്ളായിട്ട് അഴുക്കും പൊടിയും വല എല്ലാം കയറി നശിച്ചൊരു അവസ്ഥയിലാണ്. അങ്ങനെ ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയപ്പം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫുള്ളായിട്ട് തുരുമ്പെല്ലാം കയറി ബോർഡിലെ കമ്പോണൻസ് മിക്കതും തന്നെ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ ആക്രി കടയിൽ നിന്ന് മേടിക്കുമ്പം അവരിത് അടിച്ച് നോക്കാനൊന്നും സമ്മതിക്കില്ല. അവർ പറയുന്ന വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോവുക, ആ ഒരു സെറ്റപ്പിലാണ്. പിന്നെ ഇതിനുള്ളിൽ ഡിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാരെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ് ആയപ്പം ആക്രി കടയിൽ കൊടുത്ത് ഒഴിവാക്കിയതായിരിക്കണം. അതുപോലെ ഈ ഒരു ഡെവലപ്പർ ഞാനിവിടെ മേടിച്ചതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുത്തതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ, അത് നടന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാബിനറ്റിൽ ക്ലാസ് ഡി ആംപ്ലിഫയർ ഉപയോഗിച്ച് ഇതൊരു ആംപ്ലിഫയർ ആക്കി മാറ്റാനാണ് ഉദ്ദേശം. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡൊക്കെ ഫുള്ളായിട്ട് തുരുമ്പ് കയറിപ്പോയിട്ടുണ്ട്. ഈ ഒരു പവർ സപ്ലൈ ബോർഡിൽ തന്നെയാണ് ആംപ്ലിഫയർ സെക്ഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പാനലിൽ വരുന്ന ബോർഡിൻ്റെ അവസ്ഥ കാണുന്ന രീതിയാണ്. ഇതിൽ സ്വിച്ചുകളും തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഐലൻസ് വരുന്ന ഈ ഒരു പോർഷനും പിന്നെ ഇതിൻ്റെ മദർ ബോർഡും ഇത് രണ്ടും നമ്മൾ കഴുകുന്നില്ല. അത് നമ്മൾ ടിന്നർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും കംപ്ലൈൻറ്റ് എല്ലാം പരിഹരിച്ച് നമുക്ക് റീഅസംബിൾ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ആദ്യമേ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയത് മദർ ബോർഡാണ്. മദർ ബോർഡിലേക്ക് 5 വോൾട്ട് സപ്ലൈ കൊടുത്തപ്പോൾ മദർ ബോർഡിന് കംപ്ലൈൻറ്റ് ഒന്നുമില്ല, മദർ ബോർഡ് ഓണായി വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഡിസ്ക് ഇടുന്ന ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു സൈഡ് അടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടന്ന് പോയി ഒരു പീസ് നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡിസ്ക് ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന ആ ഒരു മെക്കാനിക്സിൻ്റെ റബ്ബർ ബെൽറ്റ് കണ്ടില്ല, ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ റബ്ബർ ബാൻഡാണ് ഉപയോഗിക്കുന്നത്. പുതിയ റബ്ബർ ബെൽറ്റ് ഒന്നും നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാനിവിടെ ഈ ഒരു പവർ സപ്ലൈ ബോർഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പഴയ സ്വിച്ചുകളെല്ലാം മാറി പുതിയ സ്വിച്ച് കിട്ടും. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് അഴിച്ചെടുത്തെല്ലാം പഴയതുപോലെ തന്നെ എല്ലാം റീഫിറ്റ് ചെയ്തു, കംപ്ലൈൻറ്റ് എല്ലാം പരിഹരിച്ച് ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ആക്രി കടയിൽ നിന്ന് മേടിച്ച DVD പ്ലെയർ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വർക്ക് ചെയ്യിച്ചുകൂടി കാണിക്കാം. അങ്ങനെ നമ്മൾ ആക്രി കടയിൽ ആരോ ഉപേക്ഷിച്ച സാധനം നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചപ്പം ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.